ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ 2-3 വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു ചാനൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മളിന്ന് ചാനൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോവാണ്. കടവന്ത്ര ബിജു എന്ന് പറയുന്ന ഒരാളാണ് നമുക്ക് ചാനൽ രജിസ്റ്റർ ചെയ്ത് തരുന്നത്. ഇപ്പൊ ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ചാനല് എന്തായിട്ടാണ് രജിസ്റ്റർ ചെയ്യണത്? നമ്മളിപ്പോ ഒരു പാർട്ണർഷിപ്പ് ബേസിലാണ് ചെയ്യുമ്പോൾ അതിനായിട്ട് ഒരു പ്രസിന്റെ അപ്ലൈ ചെയ്തിട്ട് പ്രസ്സാക്കി അതിന്റെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അത് നമ്മൾ ഓരോന്നായിട്ട് ചോദിച്ചറിഞ്ഞൊക്കെ പറഞ്ഞിരുന്നായിരിക്കും. അതെ അതെ. ഇപ്പൊ ജസ്റ്റ് പാർട്ണർഷിപ്പ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് പോകുന്നത്. ഈ ഒരു പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കിയിട്ട് അതെങ്ങനെയാണെന്നുള്ള ആ രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ട് നമ്മള് ഗവൺമെന്റിലേക്ക് ഇതായിരിക്കും. നിങ്ങളൊരു ചാനലിൽ രജിസ്റ്റർ ചെയ്യാൻ ഡൗട്ട് അടിച്ചിരിക്കുന്നതാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ സീരീസ് കാണാം. വേണ്ട, അല്ലെങ്കിൽ തന്നെ തട്ടിയും മുട്ടി നടക്കാൻ പറ്റുള്ള ചാനൽ. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മള് HMT എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ കടവന്ത്രയ്ക്കാണ് പോണത്. കടവന്ത്രയിലാണ് ആളുടെ ഓഫീസ്. അപ്പൊ എന്തായാലും ഇനി അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മള് ലൊക്കേഷനിലെത്തി. കടവന്ത്രയിലാണ് ഇത്. അപ്പൊ കടവന്ത്രയിൽ നമുക്ക് പാർക്കിംഗ് സ്ഥലമില്ലാത്തത് നമ്മൾ കുറച്ചുകൂടി ദൂരെ കൊണ്ട് മാറി വണ്ടിട്ടുണ്ട്. ഇപ്പൊ അവിടെ നടക്കാണ്, കുറച്ച് നടക്കാനുണ്ട്. അപ്പൊ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. സനയാണ് നമ്മുടെ വീഡിയോഗ്രാഫർ. പിന്നെ ഞങ്ങൾക്ക് 4 പേർക്ക് പനിയാണ്. അതാണ് ഇതിന്റെ പ്രത്യേക ഒരു ഹൈലൈറ്റ്. ഞങ്ങൾ 4 പേര് പനി വെച്ചാണ് നടക്കുന്നത്. അവിടെ എത്തിയിട്ട് കാണാന്ന് പറയാം. അവിടെ എത്തിയിട്ട് കാണാന്ന്. അപ്പോ വിദഗ്ധമായിട്ട് പാൻ കാർഡും ആധാർ കാർഡൊക്കെ എടുത്തു. പക്ഷെ ആച്ചിനെ അപ്പൊ പറ്റിച്ച്. ആച്ചിനെ എടുക്കാണ്ട് അപ്പം അത്ര എടുത്തോണ്ട് വന്ന്. വാട്ട് എ സെൽഫിഷ്. എന്താ അപ്പോ അങ്ങനെ ചെയ്തേ? ഫോട്ടോ പുതിയ ഫോട്ടോ. ഇത് 2020 ഇതാണ് പുതിയ ഫോട്ടോ എന്ന് പറയുന്നത്. 2020-ലും 2022-ലും ഒരു മാറ്റമില്ലാത്തോണ്ട് പിന്നെ വിദർശിയാര് കുഴപ്പമില്ല. സാധാരണ 6 മാസം കൂടുമ്പോൾ ഫോട്ടോ എടുക്കണമെന്നാണ് പറയാറ്. എവിടെ നോക്ക്. അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ആരോട് എന്തൊക്കെയൊക്കെ ചോദിക്കുന്നു. ഗായ്സ്, ഈ ബിൽഡിങ്ങിന്റെ 4-ാം നിലയിലാണ് നമുക്ക് പോകേണ്ടത്. 4 നില ഇനി നടന്നു കയറണം. എന്റെ പൊന്നേ, പനി പിടിച്ച ഒരാളെ നടത്തിക്കും അങ്ങോട്ട്. ക്രൂരത. എല്ലാവരും പനി പിടിച്ച് കിടക്കാണ്. ഇതിപ്പോ ഏതായി സ്ഥലമെന്ന് ചോദിച്ചാൽ കടവന്ത്ര ജംഗ്ഷനാണ്. ഗായ്സ്, അങ്ങനെ ടാക്സ് പ്രോ എന്ന് പറയുന്ന അഡ്വർടൈസറി പ്രൈവറ്റ് ലിമിറ്റഡിലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ചുറ്റിക്കറങ്ങി വന്നപ്പോൾ ഇവിടെ ലിഫ്റ്റ് കണ്ടു. ഇനിയിപ്പം നമുക്ക് ലിഫ്റ്റിൽ സുഖമായിട്ട് മുകളിലേക്ക് പോകാം. ലിഫ്റ്റിൽ 4 പേർക്കുള്ളിൽ കയറണം എന്നാണ് പറഞ്ഞേക്കുന്നത്. കറക്റ്റ് നമ്മൾ 4 പേരുണ്ട്. അയാൾ ഗ്രൗണ്ടിലേക്ക് പോയല്ലോ. അപ്പൊ 4-ന്ന് വന്നെങ്ങനെയാ പിന്നെ വന്നേ ഇങ്ങോട്ട്. ഗായ്സ്, ആക്ച്വലി നമ്മൾ ഒരു നില കയറി. എന്നിട്ട് ഇപ്പോഴും നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്കിനി 4-ാം നിലയിലേക്ക് അവിടെ കുത്തി പൊളിക്കാണ്. മാറിക്കാമോ? ഇച്ചിരി മാറിക്കാമോ? മാറിക്ക്, അത് അടഞ്ഞോളൂ. ഇപ്പോഴും അടയുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ വെയിറ്റ്. അപ്പൊ മോളിൽ വന്നല്ലോ. അടഞ്ഞു ഗായ്സ്, അടഞ്ഞു ഗായ്സ്, ഗായ്സ്. ഗ്രൗണ്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതൊന്നാണെന്ന് തോന്നുന്നു. ലിഫ്റ്റ് യൂസ് ചെയ്യാൻ അറിയാൻ പാടാത്തവരാണ് എന്ത് ചെയ്യാൻ. അവിടെ 4 ഞെക്കി പിടിക്കണം. അത് ഇപ്പൊ ഞാൻ ഞെക്കി പിടിച്ചപ്പോ സാധനം ഒറ്റയടിക്ക് അടഞ്ഞു ഗായ്സ്. ഇപ്പൊ നമ്മള് താഴേന്ന് മേളിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇവിടെ ചുമയും. ഇതിനകത്ത് മൊത്തം കൊറോണ ആയിപ്പോയി. ഇവിടെ ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട് ഗായ്സ്. പെട്ടെന്ന് 2 സമയം
എന്റെ മൂക്കട്ടെ കഷ്ടപ്പെട്ട ചെയ്യണം. 3 എത്തി ഗൈസ്. ഗായ്സ് അങ്ങനെ നമ്മൾ 4-ലെത്തി. നമുക്ക് പോയി രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ നോക്കാം. ഗായ്സ് അങ്ങനെ നമ്മൾ ഇതൊക്കെ കൊണ്ട് കൊടുത്തു. ഇനി പോയി മുദ്ര പേപ്പർ മേടിക്കണം 5000 രൂപയുടെ. പിന്നെ നമ്മള് എന്താണ് ഫോട്ടോ സ്റ്റാറ്റൊക്കെ എടുത്ത് കൊടുക്കണം. അതിനുവേണ്ടി പോവാണ്. മുദ്ര പേപ്പർ വാങ്ങാനായിട്ട് സൗത്തിൽ പോകണം. അവിടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഹൈക്കോടതിയിൽ പോകണം. കുറച്ച് ചടങ്ങുണ്ട് എന്തായാലും. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പൊ തൽക്കാലം പേപ്പർ പ്രിന്റ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മുദ്ര പേപ്പർ എടുക്കാൻ പോകുമ്പോൾ കാണാം. ഞങ്ങൾ കോപ്പിയൊക്കെ എടുത്ത് ഇവിടെ വന്നിരിക്കണം. അപ്പോൾ കോപ്പിയൊക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടി അശ്വതി നടന്ന എല്ലാ സ്ഥലവും നോക്കുകയാണ്. കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവും. കോടതിൻ്റെ ഉള്ളിലെത്തി കണ്ടോ. നീ ഇവര് നീ പോണില്ലേ? ഇവരുടെ സ്റ്റാമ്പ് വാങ്ങിക്കാൻ പോവാ. വേണ്ട അങ്ങനെ നമുക്ക് 5000 രൂപയുടെ മുദ്ര പേപ്പർ കിട്ടിയിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ്. മുനിസിപ്പൽ കോടതിയുടെ അടുത്താണ് എറണാകുളത്ത്. 3-4 വെൻഡേഴ്സിന്റെ അടുത്ത് പോയിട്ടാണ് നമുക്കൊരു 5000 രൂപയുടെ ഒരു മുദ്ര പേപ്പർ കിട്ടിയത്. പല സ്ഥലത്തും സാധനം ഇല്ല. അപ്പം എന്തായാലും ഒരുപാട് കറങ്ങിയിട്ടാണ് സാധനം കിട്ടി. ഇനി ഇത് അവിടെ കൊണ്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എത്ര ദിവസം എടുക്കുന്നറിയില്ല നമ്മുടെ ചാനൽ രജിസ്റ്റർ ചെയ്ത് കിട്ടാനൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ബ്യൂച്ചേൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നമുക്കത് പറയാം. അപ്പോൾ ഇതാണ് 5000 രൂപയുടെ മുദ്രപത്രം. ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. നേരത്തെ മേടിച്ച് കൊടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മുടെ ലിസ്റ്റിൽ തന്നെ ഇതാണ് മുദ്രപത്രം. നേരത്തെ രണ്ടാമത് മുദ്ര കേട്ടോ. നമ്മുടെ കാണാൻ പറ്റില്ലല്ലേ ഗായ്സ്. സന നമ്മുടെ പേരും ഇമെയിൽ ഐ ഡിയൊക്കെ എഴുതി കൊടുക്കുവാണ്. അത് ആ ചേട്ടാണ് നമ്മുടെ ഇത് രജിസ്റ്റർ ചെയ്ത് തരുന്നത്. വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൈൻ ചെയ്യണം. സീൽ ഉണ്ടാക്കണം. സീൽ വെക്കണം. അതാണ് ഇനി അടുത്ത പ്രോസസ്. എന്നിട്ട് വേണം നമുക്ക് എന്താ മെയിൻ പ്രോസസ്സായ പാൻ കാർഡിന് ആപ്ലിക്കേഷൻ കൊടുക്കണം. പാൻ കിട്ടിയാലാണ് നമുക്ക് MSME അല്ല MSME ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിന്റെ പേര് നമുക്കൊരു പാൻ കാർഡ് കിട്ടും. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചെലവെന്ന് പറയുന്നത് 9000 രൂപയാണ്. 9000 രൂപ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് പ്രൊസീജിയറിൽ തന്നെ നമ്മൾ പൊടിച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി എന്തൊക്കെയാണ് ഉള്ളത് സീല് പാർട്ട്ണർ സീല് അടിക്കാൻ കൊടുത്തേക്കാണ്. ചെറുപ്പത്തില് സൈറ്റ് വന്നിട്ട് അത് മേടിക്കാൻ പോകണം. 1 മണിക്കൂറാണ് പറഞ്ഞത്. നമ്മൾ പബ്ലിക് ഒപ്പീനിയനൊക്കെ എടുത്ത് തിരിച്ച് വന്ന് എടുക്കുവാണ്. പബ്ലിക് ഒപ്പീനിയനൊക്കെ എടുത്ത് വന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും 1 മണിക്കൂറായി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ സീല് മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇനി നമ്മൾ സീല് മേടിക്കുന്നത് കാണിച്ചു തരാം. ഇവിടെയാണ് പോകുന്നത്, കാണിച്ചു തരാം. ഗായ്സ്, അവിടെയാണ് നമ്മുടെ സീലടിക്കാൻ കൊടുത്തേക്കുന്നത്. ചെറുപുഷ്പം കുസാറ്റിൻ്റെ അടുത്ത് തന്നെ. അതേ സാധനം അത് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സീല് മേടിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് സന പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഓക്കെ ഗായ്സ്, ഇവരോട് റെഡ് മേടിക്കാൻ പറഞ്ഞിട്ട് ബ്ലൂ ആണ് ഗായ്സ് മേടിച്ചത്. എവിടെ നോക്കട്ടെ, ഫോക്കസ് ചെയ്യട്ടെ. നരക്കാണ്ട് പിടിക്കോ? ഫോർ മാപ്സ്റ്റിക് മീഡിയ സെറ്റായിട്ടുണ്ട് ഗായ്സ്. സനയ്ക്ക് പുതിയ ഡ്രസ്സ് കിട്ടി ഗായ്സ്.
എനിക്ക് ഇവൻ ഒരു വട്ടം കൂടെ തന്നിട്ടുണ്ട്. ഇതല്ല റെഡിന്റെ നീല. ഗായ്സ് റെഡിന്റെ നീല എന്നാണ് പറയുന്നത്. സനക്ക് ഡ്രസ്സ് കിട്ടി, നമുക്ക് സീലും കിട്ടി. സനക്ക് കിട്ടിയ ഡ്രസ് തന്നെയാണ് ഇതാച്ച് മേടിച്ചെന്നിക്കണേ. റെഡിന്റെ നീലയായത്. ഗായ്സ് അങ്ങനെ നമ്മുടെ രജിസ്ട്രേഷന്റെ ഫസ്റ്റ് ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി അച്ഛനെയും അമ്മേനെ കൊണ്ടൊക്കെ സാക്ഷി ഒപ്പിടിപ്പിച്ചിട്ട് നാളെ നമ്മൾ വീണ്ടും പോകേണ്ടതാണ്. അപ്പോൾ സാക്ഷിയെ ഒപ്പിടിക്കുന്ന വീഡിയോ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വീഡിയോ നാളെയാണ്. അപ്പോൾ നമുക്കിനി നാളെ കാണാം. ഇതൊരു സീരീസ് ആയിട്ടാണ് ചെയ്യണം. ഒരുമിച്ചാണ് നമ്മൾ വീഡിയോ ഇടുന്നുള്ളൂ. കാരണം ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാം കൂടി കഴിഞ്ഞിട്ട് ഒരുമിച്ച് അങ്ങോട്ട് വീഡിയോ ആയിട്ട് ഇടാൻ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇത് ഫസ്റ്റ് ഡേ ആണ്, ഡേ 1 ആണിത്. അപ്പോൾ നമുക്കിനി ഡേ 2 കാണാം. ഡേ 2 കാണാം. അതിനു മുമ്പ് അമ്മയും അച്ഛനും സൈൻ ചെയ്യാനുണ്ട്. അപ്പോൾ സൈൻ ചെയ്യാൻ വേണ്ടി കാണിച്ചു തന്നിട്ട് നമുക്ക് ഇന്നത്തെ ദിവസത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒന്നാം സാക്ഷി അച്ഛനാണ്. അച്ഛൻ നമ്മുടെ പേപ്പറിൽ ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് അമ്മേനെ കൊണ്ട് ഒപ്പിടിക്കാൻ. അപ്പോൾ നമ്മുടെ രണ്ടാം സാക്ഷി അമ്മയാണ്, ബാനു കലേശൻ. ഒപ്പിടോ? തെളിവ് വേണം ഞങ്ങൾക്ക്. പേര്, അഡ്രസ്, ഒപ്പ്. ആ അതിന് താഴെ എഴുതി പേര്, അഡ്രസ്, ഒപ്പ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് നാളെ കാണാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് ഇത്. ഇപ്പൊ ഇന്ന് എത്രാം തീയതി? ഡിസംബർ 7-ാം തീയതിയാണ്. ഇപ്പൊ നമ്മള് ഇതൊക്കെ സൈൻ ചെയ്യിച്ച് നമ്മള് കൊണ്ടു കൊടുക്കാൻ പോവാണ്. പിന്നെ സീലുണ്ട്. അതെ, നമ്മുടെ സീല് അന്നേരം കാണിച്ചായിരുന്നു. അപ്പൊ സീലൊക്കെ മറ്റേ ഒഫീഷ്യൽ സീലല്ല, ഇത് നമ്മളെ പാൻ കാർഡ് എടുക്കാൻ വേണ്ടി മാത്രമുള്ള ഇതാണ്. അതിന്റെ ഒരു പ്രൊസീജിയർ എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്തായാലും നിയമങ്ങൾ അങ്ങനെയാണല്ലോ, എന്താണെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഇതൊക്കെ ഇന്ന് കൊണ്ട് കൊടുക്കും. എന്നിട്ട് പാൻ കാർഡ് വരും. പാൻ കാർഡ് വരുമ്പോൾ നമ്മൾ MSME എടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പ്രസ്സിൽ രജിസ്റ്റർ ചെയ്യാൻ. അങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകൾ ഇനി കിടക്കുന്നുണ്ട്. ട്രേഡ് മാർക്ക് അതുകൊണ്ടോ? ഓക്കെ, അത് ഈ ട്രേഡ് മാർക്ക് അതായത് നമ്മുടെ പേര് ഒരു തെണ്ടുകളും എടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിടണം. നമ്മൾ തന്നെ ഉണ്ടാക്കിയ പേരാണ്. അപ്പോൾ അത് ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും നോക്കുമ്പോഴറിയാൻ പറ്റുള്ളൂ. mapsticmedia.com.in സെർച്ച് ചെയ്യുമ്പോൾ ഇല്ല, സംഭവം ഇല്ല. എന്തായാലും വലിയ സീനൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണം. അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഇനിയും കിടക്കുകയാണ് ശരിക്കും. എന്തായാലും ജനുവരി ആകുമ്പോഴേക്കും നമ്മൾ മൊത്തത്തിലൊരു നമ്മളൊരു ഒഫീഷ്യലി രജിസ്റ്റേർഡ് മാപ്സ്റ്റിക് മീഡിയ കമ്പനിയായി മാറും. അങ്ങനെ എല്ലാവരും മുതലാളിമാരായി മാറാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമുക്കിതിപ്പോൾ കൊണ്ട് കൊടുക്കാം. എന്നിട്ട് എന്താണ് ബാക്കി പ്രൊസീജിയേഴ്സ് എന്ന് നോക്കാം. എല്ലാവരും മാപ്സ്റ്റിക് മീഡിയയുടെ 4 ആക്കാൻ പോവാണ്. ഇനി ആച്ചിയുടെ കയ്യിലാണ് നമ്മൾ അടിക്കുന്നത്. ഗായ്സ് അങ്ങനെ ആച്ചിയുടെ കയ്യിൽ പച്ച കുത്തി. ഇനി എൻ്റെ കയ്യിലാണ് സന പച്ച കുത്തുന്നത്. ഗായ്സ് അങ്ങനെ എൻ്റെ കയ്യിലും പച്ച കുത്തി. നമ്മൾ ഇനി സനയുടെ കയ്യിലാണ് പച്ച കുത്ത് കുത്ത് കുത്ത്. സനയുടെ നെറ്റിലടിച്ചാലോ? ഗായ്സ് സനയുടെ നല്ല വെളുത്ത കൈയാണ്. ഇങ്ങനെ അടിച്ചാൽ ശരിയാ, മറക്കണ്ടേ? അമൃത്ത്. ഗായ്സ് അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഒന്നും കാണില്ല ഗൈസ്, കണ്ടോ? അപ്പുന്റെ വെളുത്ത കൈ. അപ്പുന്റെ നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നല്ലോ. അപ്പൊ 2 കൈയും നമ്മുടെ പ്ലാസ്റ്റിക് വീഡിയോ ഒക്കെ ആയിട്ട് ചാർജ് ചെയ്തു. ഗൈസ് അങ്ങനെ നമ്മൾ രജിസ്ട്രേഷന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇനി 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് പാൻ കാർഡ് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പാൻ കാർഡ് വന്നിട്ട് വേണം നമുക്ക് GST ചെയ്യാനും MSME ചെയ്യാനും ട്രേഡ് മാർക്ക് എടുക്കാനൊക്കെ. അപ്പോൾ 2 ആഴ്ച ഇനി വെയിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ വന്നു, ഇവിടുത്തെ ലിഫ്റ്റ് കേടാക്കിയിട്ടുണ്ട്. ഞാനും അപ്പോൾ ഇപ്പോൾ 2 തവണയായി 4 നില കയറി ഇറങ്ങി നടക്കുന്നു. അതുമല്ല ഞങ്ങൾക്ക് 4 പേർക്കും പനിയാണ്. ഓ, അപ്പോൾ ഇനി നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് കാണാം. ഇനി ഞങ്ങൾ വേറെ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി പോവാണ്. 2 ആഴ്ച കഴിഞ്ഞ് പാൻ കാർഡ് വന്നിട്ടാണ് നമ്മുടെ ഈ വ്ലോഗിൻ്റെ അടുത്ത ഒരു ഘട്ടം.
അപ്പോൾ നമുക്ക് എപ്പിസോഡ് 3 ഒന്നുമില്ല, ഡേ 3. അതുവരെ നമുക്ക് 2 ആഴ്ച നമുക്ക് വെയിറ്റിംഗ് ടൈമാണ്. ഓക്കെ, അപ്പോൾ ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് കാണാം ഗായ്സ്. അങ്ങനെ 2 ആഴ്ചയ്ക്ക് ശേഷം നമ്മുടെ പാൻ കാർഡിനുള്ള ഇത് വന്നിട്ടുണ്ട്, പോസ്റ്റ് ഓഫീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേപ്പർ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇതാണ് പേപ്പർ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ്, ഇൻസ്ട്രക്ഷൻ റിഗാർഡിംഗ് ഡെലിവറി ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് ന്യൂ മീഡിയ, ചെന്യൂ ഫേം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു നീണ്ട ഒരു ഇത് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് ഫില്ല് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമ്മുടെ പാൻ കാർഡ് മേടിക്കാൻ പറ്റുള്ളൂ. പിന്നെ പുറത്ത് ബോർഡൊക്കെ വെക്കണം, അത് നമ്മൾ നാളെ തന്നെ വയ്ക്കും. എന്നാൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ നാളെ ഇത് കൊടുക്കണം. നാളെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പാൻ കാർഡ് കിട്ടും. അപ്പോൾ തന്നെ നമ്മൾ ബോർഡും വെക്കുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇത് ഫില്ല് ചെയ്ത് നാളെ പോകുമ്പോൾ നമുക്കിനി നാളെ കാണാം ഗായ്സ്. അപ്പോൾ ഇന്ന് ഡിസംബർ 20-ാം തീയതിയാണ്. നമ്മൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ പാൻ കാർഡ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മുടെ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സീല് വെച്ച് അവിടെ അടിച്ചാലാണ് നമുക്ക് സാധനം കിട്ടുള്ളൂ. പിന്നെ പുറത്ത് ബോർഡ് വെക്കണം. ബോർഡ് നമ്മൾ ഉടൻ തന്നെ വെക്കുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും റെഡിയായി. ഇനി നമ്മുടെ ആധാറിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് കൊടുക്കണം. പിന്നെ നെയ്ബേഴ്സിൻ്റെ ഒപ്പൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് മേടിക്കാൻ ഞങ്ങൾ ഇറക്കായിരുന്നു. അപ്പുറം ഇപ്പുറം ഷോപ്പിൻ്റെയും പിന്നെ തൊട്ടപ്പുറം ഒരു വീടാണ്. അപ്പോൾ അവരുടെ 2 പേരെയും ഒപ്പം മേടിച്ചു. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ ചെന്ന് ഇത് മേടിക്കും, നമ്മുടെ പാൻ കാർഡ്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആ പാൻ കാർഡ് നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്ത സ്ഥലത്ത് കൊണ്ട് കൊടുത്ത് MSMEയും GST ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ. അപ്പോൾ ഇനി ആ പരിപാടികളൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് പോകാം ഗായ്സ്. അങ്ങനെ നമ്മൾ നമ്മുടെ മാപ്സ്റ്റിക് മീഡിയയുടെ പാൻ കാർഡ് മേടിച്ച് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പോസ്റ്റ്മാൻ നമുക്ക് ചെറിയൊരു പണി, അവിടുത്തെ PA, പോസ്റ്റ് ഓഫീസിലെ PA പറഞ്ഞു നിങ്ങളുടെ ലൈസൻസ് എവിടെയെന്ന് വെച്ചു. പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പിന്നെ പഞ്ചായത്തിൽ പോയി. അപ്പോൾ പഞ്ചായത്തിൽ ചെന്നപ്പോഴാണ് പറഞ്ഞത് നമ്മുടെ ചാനലൊന്നും ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്തിലൊന്നും രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്തേക്കണ അങ്ങ് സെൻട്രൽ ഗവൺമെൻറ്റിലാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പഞ്ചായത്തിലൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത് ഷോപ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സെല്ല് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള പിന്നെ വീഡിയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മുടെ ചാനലുകളൊന്നും ഇവിടെ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ പാൻ കാർഡ് ഇതാണ്. അപ്പോൾ നമ്മളിനി പാൻ കാർഡ് കിട്ടിയിട്ടുണ്ട്. പാൻ കാർഡ് കൊണ്ട് നമ്മളിനി മറ്റേ ഇവിടെ പോകണം, നമ്മൾ രജിസ്റ്റർ ചെയ്ത സ്ഥലത്ത് പോകണം. നമ്പർ അനുസരിച്ചില്ല. ഇതാണ് നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അയച്ചു തന്നിരിക്കുന്ന പാൻ കാർഡ് ഇതാണ്. അപ്പോൾ നമുക്കിനി പോയിട്ട് MSME രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം GST രജിസ്റ്റർ ചെയ്യണം. ആ GSTയുടെ പേപ്പർ വീണ്ടും പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ദിൽഷാദിനെ കൊണ്ട് നമ്മുടെ പ്രസ്സിൽ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ ഒരുപാട് ഇനി 3 രജിസ്ട്രേഷൻ കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. പിന്നെ വേറെ അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ കഴിയും. പിന്നെ നമ്മുടെ ഇവിടെ ബോർഡ് വെക്കണം. അതെന്തായാലും നല്ലൊരു ഇരുമ്പിൻ്റെ ബോർഡാണ് വെക്കുന്നത്. ഡിസംബറിൽ എല്ലാ പരിപാടിയും തീർത്ത് നമ്മൾ ജനുവരി ആകുമ്പോഴേക്കും പുതിയൊരു കമ്പനിയായിട്ട് അല്ലെങ്കിൽ പുതിയൊരു ഫേമായിട്ട് നമ്മൾ വരാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും ആച്ചി വന്നിട്ട് നമുക്ക് നേരെ കടവന്തറ പോവാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാം. അല്ല, പിന്നെ വ്ളോഗ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ വീണ്ടും പോകുന്നത്. ജസ്റ്റ് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തായെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് കയറി സംശയങ്ങൾ ഓരോ സ്ഥലത്ത് ഓരോ ഗവൺമെന്റിന്റെ സ്ഥലത്ത് എത്തുമ്പോൾ ഓരോ സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ 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 അതിപ്പോൾ ലൈസൻസ് എടുക്കണമെന്നുള്ള സംശയത്തിന് വേണ്ടിയാണ് നമ്മൾ പഞ്ചായത്തിൽ പോയത്. അപ്പോൾ അവർ പറഞ്ഞു ലൈസൻസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും കടവന്തറ ചെല്ലുമ്പോൾ കാണാം. അങ്ങനെ നമ്മൾ നമ്മുടെ രജിസ്ട്രേഷന്റെ ആ ഒരു ബിൽഡിങ്ങിൽ എത്തിയിരിക്കുകയാണ്. വീണ്ടും ലിഫ്റ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ GSTയും പിന്നെ അതും കൊടുക്കാൻ പോവാണ് ഗായ്സ്. നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു എന്ന് വിചാരിച്ച് ചെന്നപ്പോൾ വീണ്ടും കുറേ നൂലാമാലകൾ ആണ് നമുക്ക് കിട്ടിയത്. പ്രൊസീജിയറാണ്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ആ പാൻ കാർഡ് കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു, നമുക്ക് ഈ ID കാർഡൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ നമ്മൾ നമ്മുടെ പാൻ കാർഡിൽ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കണം. പിന്നെന്തായിരുന്നു GST രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിനും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ GST രജിസ്റ്റർ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ 20 ലക്ഷത്തിന് മുകളിൽ വരുമാനം വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ GST ചെയ്താൽ മതി. GST ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായ കണക്കും കാര്യങ്ങളും എല്ലാ മാസവും നമ്മൾ എഴുതി ഉണ്ടാക്കണം.
വർക്കേഴ്സിന് എത്ര കൊടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് GST രജിസ്റ്റർ ചെയ്യുമ്പോൾ. അതെ, ആകെ മാസം 10,000 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് നമുക്ക് എന്ത് ട്രാൻസാക്ഷൻ പെട്രോൾ അടിക്കും, ഫുഡ് അടിക്കും, അതങ്ങനെ തീരും. പിന്നെ വേറെ ഒന്നും ഇല്ല നമുക്ക്. പിന്നെ നമ്മളിപ്പോ എല്ലാം ചെയ്യാൻ പോണത് സനയാണ് മുതലാളി. നമ്മള് അതല്ല എനിക്ക് ഡൗട്ട്. അപ്പൊ നമ്മള് പാർട്ട്ണർഷിപ്പിന് ഇപ്പൊ രജിസ്റ്റർ ചെയ്തു. ഇനി MSMEക്കാണ് ഈ അക്കൗണ്ടും സാധനങ്ങളൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കണ്ടല്ലേ? അതെ അതെ. ഇനി നമ്മൾ MSME മാത്രമേ എടുക്കുന്നുള്ളൂ. GST ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എടുത്താൽ മതി എന്നാണ് അവർ പറഞ്ഞത്. GST ശരിക്കും പറഞ്ഞാൽ 20 ലക്ഷം, ഞാൻ നേരത്തെ പറഞ്ഞ 20 ലക്ഷത്തിന് മേളിൽ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി എന്നൊക്കെയാണ് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോഴും പഞ്ചായത്തിൽ ചെന്നപ്പോഴും. 20 ലക്ഷം വാർഷിക വരുമാനം വേണം. അതെ അതെ, അങ്ങനെയുള്ളവർ മാത്രം എടുത്താൽ മതി. GST മാൻഡേറ്ററി അല്ല. 20 ലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാൻഡേറ്ററി ആണ്. 20 ലക്ഷത്തിന് മുമ്പാണെങ്കിൽ മാൻഡേറ്ററി അല്ല. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് വഴിയെ ഓരോന്നോരോന്ന് ചെയ്ത് പോവാം. നമ്മൾ ജനുവരി ആകുമ്പോഴേക്കും എല്ലാം സെറ്റ് ആവുമെന്ന് വിചാരിച്ചാണ്. ചിലപ്പോൾ ജനുവരി അവസാനത്തോടെ ആയിരിക്കും എല്ലാം. 10 ദിവസം കൂടി ഉള്ളൂ. ആ 10 ദിവസത്തിനുള്ളിൽ പരിപാടി നടക്കില്ല. നാളെ നേരം ചേട്ടൻ MSMEയുടെ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ MSME കൂടി നമ്മൾ എടുക്കാനുള്ളൂ അല്ലേ? MSME കൂടി എടുക്കാനുള്ളൂ. വേറെ പരിപാടിയൊന്നുമില്ല. GST എന്തായാലും കുറച്ചായിട്ട് അല്ല, പേഴ്സണലി അക്കൗണ്ട് കൊടുത്തു നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാവണെങ്കിലാണ് MSME ഇപ്പൊ എടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ട് എടുത്തിട്ടാണ് പിന്നെ ചെയ്യാം. അക്കൗണ്ട് എടുക്കാൻ 1 മണിക്കൂർ പോരെ? ആ മതി. പക്ഷെ ആക്ടിവിറ്റി ഞാൻ നാളെ ഫെഡറൽ ബാങ്കിൽ പോയി അക്കൗണ്ട് എടുക്കാം. 1 മണിക്കൂർ വേണ്ട. ഞാൻ നാളെ ഫെഡറൽ ബാങ്കിൽ പോയി നമ്മുടെ ഇതിൽ ഒരു അക്കൗണ്ട് എടുത്താൽ അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ അത് MSME എടുത്തിട്ട് വേണം നമുക്ക് പ്രസ് ക്ലബിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ എല്ലാം കഴിയുമ്പോൾ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഇതൊരു ഭയങ്കര ലെങ്തി വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എത്രത്തോളം കഷ്ടപ്പാട് ഒരാൾ പെടുന്നുണ്ട് എന്നുള്ളത് ചെയ്യുന്നത്, എന്തൊക്കെ ചെയ്യരുത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾ ഗൈസ്. നമ്മൾ പോസ്റ്റ് ഓഫീസിൽ കറണ്ട് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ആളുകൾക്കൊന്നും അറിയില്ല. അതുകൊണ്ട് സ്പെഷ്യൽ വീഡിയോ ചെയ്യാൻ ഒരു എങ്ങനെ പോസ്റ്റ് ഓഫീസിൽ കറണ്ട് അക്കൗണ്ട് എടുത്തുള്ള ഗുണങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, എന്തായാലും ഗവൺമെൻറ് ഓഫീസാണ്, അധികം പറയുന്നില്ല. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിട്ടില്ല. ഗായ്സ്, സനയുടെ ഫേസ്ബുക്ക് പേജ് മോണിറ്റൈസ് ആവാറായി. അതുകൊണ്ട് സന പാൻ കാർഡിനൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സന ഇനി പാൻ കാർഡൊക്കെ അപ്ലൈ ചെയ്ത് ഫേസ്ബുക്കിൽ നിന്ന് കുറേ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഗായ്സ്. ഇന്ന് മിഥുൻ സിയാം ഇല്ലാത്തതുകൊണ്ട് കാക്ക സനയുടെ തലയിലാണ് ഇന്ന് കാര്യം സാധിച്ചിരിക്കുന്നത് ഗായ്സ്. അപ്പോൾ ഞാനിപ്പോൾ പോയി ഒരു കുപ്പി വെള്ളം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ സന തലയിൽ പുറകിൽ ഇവിടെ ആ സാധനം ഊര്, അത് ഊര്. അത് പിടിച്ച് കണ്ടോ ഗായ്സ്. സന ക്ലീൻ ആക്കാൻ പോവാണ് ഇനി ഗായ്സ്. അങ്ങനെ നമ്മൾ ഗിന്നസ് സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ്. ഫോട്ടോ പ്രിൻ്റ് എടുക്കാനുണ്ട് നമ്മുടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ ഫോട്ടോ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി മിഥുൻ സിയും നിൽക്കുന്നതാണ് കാണുന്നത്. സനയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇല്ല. അപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് പാസ്പോർട്ട് സൈസ് ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ഈ മറ്റേ പാൻ കാർഡിൻ്റെയൊക്കെ ഫോട്ടോഷോട്ട് എടുക്കാൻ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാങ്കിൽ പോയിട്ട് അക്കൗണ്ട് എടുക്കാൻ. ഗായ്സ്, അങ്ങനെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് പോസ്റ്റ് ഓഫീസിലെ ഡീറ്റെയിൽസ് ഒക്കെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പോസ്റ്റ് ഓഫീസിൽ നമുക്ക് കറണ്ട് അക്കൗണ്ട് എടുക്കാൻ പറ്റില്ല. രാജ്യത്തെ ഏറ്റവും ബാങ്കിങ്ങിൻ്റെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് പോസ്റ്റ് ഓഫീസ്. പക്ഷേ അവിടെ കറണ്ട് അക്കൗണ്ട് ഞങ്ങളപ്പോഴുള്ള ബിസിനസ്സുകാർക്ക് കറണ്ട് അക്കൗണ്ട് എടുക്കാൻ ആളുകളെ സഹായിക്കാൻ അവർക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. അതല്ല, കറണ്ട് അക്കൗണ്ടിൽ എന്തോ ഇഷ്യൂസ് ഒക്കെ വന്ന് കറണ്ട് അക്കൗണ്ട് മൊത്തത്തിൽ പോസ്റ്റ് ഓഫീസിൽ നിർത്തി വെച്ചേക്കാണ്. അതുകൊണ്ട് നമുക്ക് കറണ്ട് അക്കൗണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ കറണ്ട് അക്കൗണ്ട് എടുക്കുകയാണെന്നുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറും 1000 രൂപ മതിയായിരുന്നു പോസ്റ്റ് ഓഫീസിൽ കറണ്ട് അക്കൗണ്ട് എടുക്കാനായിട്ട്. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പോസ്റ്റ് ഓഫീസിൽ നമ്മൾ അക്കൗണ്ട് എടുക്കുന്നില്ല. നമുക്ക് ഫെഡറൽ ബാങ്കിൽ തന്നെയാണ് അക്കൗണ്ട് എടുക്കണത്. 5000 രൂപയാണ് കറണ്ട് അക്കൗണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു മാസം മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണമെങ്കിൽ 5000 രൂപ വേണം. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത്. പിന്നെ
ഫെഡറൽ ബാങ്ക് തൊട്ടടുത്തുണ്ട്, നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ ബാങ്ക് മാനേജർ നമ്മൾ അറിയുന്ന ഒരു വ്യക്തിയാണ്, ആൾക്ക് യൂട്യൂബിനെ കുറിച്ചൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ സർവീസ് നല്ലതാണ്. നമുക്ക് ഓൺലൈനായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും ഈസിയാണ് ഫെഡറൽ ബാങ്കിൽ. അതുകൊണ്ട് നമ്മൾ ഫെഡറൽ ബാങ്കിലാണ് അക്കൗണ്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഫെഡറൽ ബാങ്കിൽ പോയിട്ട് അക്കൗണ്ട് എടുക്കാം. ഗായ്സ്, അങ്ങനെ 1 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് എടുക്കാനുള്ള പേപ്പറൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഒപ്പിടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര പാടാണ് ഇത്രയും സാധനങ്ങൾ ഫില്ല് ചെയ്തെടുക്കുക എന്നുള്ള പരിപാടി എന്ന് പറഞ്ഞത്. എൽസിഎമാണ് ഇത് ഫുള്ള് ഫില്ല് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാളെ കാര്യം പറയും. ആണെങ്കിൽ ഒന്നുകൂടി വേണം ഇത് മാറ്റി എഴുതാൻ. എല്ലാവരും ഒപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നീ നാളെ കൊണ്ട് കൊടുത്താൽ മതി. അപ്പൊ കൊണ്ട് ശരിയാവാനായിട്ട് അവർ 2 ദിവസം പോരെ? നമ്മളെ കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോ 2 ദിവസം കൊണ്ട് ശരിയാക്കി തരാൻ പറഞ്ഞാൽ മതി പറഞ്ഞത്. ഓൺലൈനിൽ പല ഓൺലൈനിൽ നോക്കിയപ്പോ റേറ്റ് 2000-3000 ഇറങ്ങും. ആക്സിസ് ബാങ്കിലും ICICI നേരത്തെ നോക്കുമ്പോൾ 10,000-15,000 പക്ഷെ മിനിമം 5,000 വേണം എടുക്കാൻ വേണ്ടി. നമുക്ക് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ബാങ്ക് മാനേജർ അറിയാവുന്ന ഒരു ഗുണം മാത്രമാണ് ഇപ്പൊ ഫെഡറൽ ബാങ്കിൽ ചെന്നപ്പോ ഉള്ളത്. പിന്നെ എല്ലാവർക്കും അക്കൗണ്ട് തന്നെയാണ് തന്നെയാണ്. എന്തായാലും നാളെ ചെല്ലുമ്പോ അറിയാം എന്തായി. ബാക്കി അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എടുക്കാനുള്ള ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. പേപ്പർ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും ഫില്ല് ചെയ്തതിൽ വലിയ മിസ്റ്റേക്ക് ഒന്നുമില്ല എന്ന് തോന്നുന്നു. ഒരു മിസ്റ്റേക്ക് പറഞ്ഞത് അത് അവരുടെ പ്രശ്നമാണ്. മിഡിൽ നെയിമും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാല് നമ്മള് സാധാരണ നെയിം ഫുള്ള് ഇനീഷ്യൽ ഫുള്ളാണ് എഴുതാറ്. അപ്പൊ ചാമിന്തവാസ് ഫുൾ നെയിം ചെയ്ത് കഴിഞ്ഞാൽ ബോസ് കഴിയില്ല. അതെ, പുള്ളി ഫസ്റ്റ് നെയിം മിഡിൽ നെയിം ലാസ്റ്റ് നെയിം കണ്ടപ്പോ പുള്ളി ഇനിഷ്യലിന്റെ എന്താ പറയാ എക്സ്പാൻഡ് ചെയ്ത് അങ്ങനെ എഴുതി വെച്ചു. ചെറിയൊരു കൺഫ്യൂഷൻ. അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് മാത്രമാണ് വരുത്തുള്ളൂ. അങ്ങനെ എഴുതണ്ടെന്ന് പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ട് ഓക്കെ ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് MSME പോയി രജിസ്റ്റർ ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പിന്നെ എപ്പോഴും പറയാറുള്ള പ്രസ്സിൽ രജിസ്റ്റർ ചെയ്യാൻ. അത് കഴിഞ്ഞ് നമ്മൾ ID കാർഡൊക്കെ അടിച്ച് നമ്മൾ സെറ്റ് ആവുന്നതായിരിക്കും. അത് കഴിയുമ്പോഴാണ് നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ആവുള്ളൂ. ഇതിപ്പോൾ ഒരുപാട് നാളായി, 1 മാസത്തോളം കണ്ടേ നമ്മൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവസാനിക്കുമ്പോൾ കാണാം. നമ്മൾ ബോർഡ് വെച്ച് വീഡിയോ അവസാനിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ അക്കൗണ്ട് ഓക്കെ കഴിയുമ്പോൾ കാണാം. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എന്തോ വന്നിട്ടുണ്ട്. എന്താണ് ഇത്? നമ്മൾ ഒരിക്കലും ആവശ്യമില്ലാന്ന് വിചാരിച്ച സീല്. ഇതിപ്പോൾ എവിടെ പോയാലും ഈ സീല് കുത്തണം. തുറന്നു നോക്കിയത് എന്താ സംഭവം? ഈ പേപ്പറും കൂടെ അല്ലാണ് ഇനി. ഇത്രയും ചെറിയ പാസ്ബുക്കാ? ഗായ്സ്, ഈ സീല് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു ഗുണം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച സാധനമാണ്. പക്ഷേ ഇവനില്ലെങ്കിൽ നമുക്കൊന്നും നടക്കില്ല. ഗായ്സ്, എന്തോ സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് എന്താന്ന് മനസ്സിലാവുള്ളല്ലോ. ഹൈലി കോൺഫിഡൻഷ്യൽ ആണ്. അപ്പൊ കാണിച്ചല്ല. എന്താ പുള്ളി എന്തോ മനസ്സിലായുണ്ട്. ഇതാണ് ATM കണ്ട പിന്നാണോ? എന്തായാലും ബാങ്കിൽ പോയി ചോദിച്ചു നോക്കാം നമുക്ക്. ഗായ്സ്, അപ്പൊ നമ്മുടെ മാപ്സ്റ്റിക് മീഡിയയുടെ ചെക്ക് ബുക്ക് ഒക്കെ വന്നിട്ടുണ്ട്. ആരും സൂക്ഷിച്ചു നോക്കണ്ട, ചെക്ക് ബുക്ക് കാലിയാണ്. അല്ല, അക്കൗണ്ടിൽ പൈസ കൊടുത്തിട്ടില്ല. ചെക്ക് ബുക്ക് മാത്രമേ ഉള്ളൂ. പോസ്റ്റ്മാൻ നമുക്കിപ്പോ കൊണ്ട് തന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു സ്റ്റെപ്പും കൂടി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് MSME എടുക്കാനുണ്ട്, പിന്നെ പ്രസിൽ രജിസ്റ്റർ ചെയ്യാനുണ്ട്. MSME എടുക്കണമെങ്കിലും പ്രസിലൊക്കെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. ഇതാണ് നമ്മുടെ ചെക്ക് ബുക്ക്. പിന്നെ പൈസ എടുക്കാൻ ആകെ 2 വഴികളുള്ളൂ. ഒന്ന് ഫെഡ്നെറ്റ്, പിന്നെ ഇപ്പൊ ഒരു നമ്മൾ പാർട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ ഉണ്ടാവില്ല, ATM കാർഡ് ഉണ്ടാവില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പാർട്ണർഷിപ്പ് ആണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഇതൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ 4 പേരുടെ പേരിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്നും ഇല്ല. അപ്പൊ ഒന്നെങ്കിൽ ചെക്ക് ബുക്ക് വഴി, അല്ലെങ്കിൽ പിന്നെ ഫെഡ്നെറ്റ് വഴി വേറെ സാധനത്തിന്റെ പേര് പറഞ്ഞില്ലേ, ഫെഡ് കോർപ്പിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനുണ്ട്. ആ വഴിയാണ് നമുക്ക് പൈസ എടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അതിന്റെ ആവശ്യമില്ല തോന്നുന്നു. ചെക്ക് ബുക്ക് കൊണ്ട് പിന്നെ ഫെഡ്നെറ്റിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാവരും നോക്കി അറിഞ്ഞിരിക്കാനാണ് നല്ല വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്. പിന്നെ നമുക്ക് എന്തായാലും MSME രജിസ്റ്റർ ചെയ്യാം.
ഗൈസ് നമ്മൾ MSME രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏജൻസിയും എല്ലാം വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് നമ്മുടെ ഇത് കഴിഞ്ഞു. എന്തോ സാരിപ്പോൾ കിട്ടും. ഗൈസ് നമ്മളങ്ങനെ MSME എടുത്തിരിക്കുകയാണ്. വെറും അരമണിക്കൂറത്തെ പരിപാടി ഉണ്ടായുള്ളൂ. ഇതിപ്പോൾ ഇവിടുന്ന് പ്രിന്റ് എടുത്തതാണ്. നമുക്ക് കളർ എടുക്കണം. നമുക്ക് മെയിൽ വന്നിട്ടുണ്ട്. ഈ MSME രജിസ്റ്റർ ചെയ്തതിൻ്റെ മെയിൽ വന്നിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ കളർ എടുത്തപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് എടുത്തുകൊണ്ടാണ്. നിസ്സാര പരിപാടി ഉണ്ടായുള്ളൂ. ജസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. പാൻ കാർഡ്, നമ്മുടെ മാപ്സ്റ്റിക് മീഡിയ രജിസ്റ്റർ ചെയ്തതിന്റെ പാൻ കാർഡ്, പിന്നെ മാപ്സ്റ്റിക് മീഡിയയുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, കറണ്ട് അക്കൗണ്ട് കറണ്ട് അക്കൗണ്ടാണ് മെയിൻ ഇമ്പോർട്ടന്റ്. പിന്നെ നമ്മുടെ പാൻ കാർഡ് ഉണ്ടായിരുന്നു. പാൻ കാർഡും വേണം. അപ്പൊ സനയുടെ ആധാർ കാർഡ് വെച്ചിട്ടാണ് നമ്മള് MSME രജിസ്റ്റർ ചെയ്തത്. MS മാപ്സ്റ്റിക് മീഡിയ എഴുതി വെച്ചേക്കണം. മിസ് മാപ്സ്റ്റിക്. എന്തെങ്കിലും നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ സനയായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. എല്ലാവരും സനേന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, സനയാണ് നമ്മുടെ മുതലാളി. എല്ലാവരും സനക്ക് മെസ്സേജ് ചെയ്യാം. അപ്പൊ നമ്മളിനി ബോർഡ് വെക്കണം, പ്രസ്സിൽ രജിസ്റ്റർ ചെയ്യണം. ഇനി അത്രയും കൂടി ആണ് നമുക്കുള്ളത്. ആച്ചി നമ്മുടെ മുകളിലേക്ക് വന്നില്ല. പുള്ളി വണ്ടിയുടെ താക്കോല് വണ്ടിയിൽ വെച്ച് പൂട്ടി. ഇപ്പോൾ അതേ വാതിലൊക്കെ തുറന്നതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. എന്താണ് അവസ്ഥ എന്ന് പോയി നമുക്ക് ചോദിച്ചു നോക്കാം. എന്തായി? എത്ര രൂപ കൊടുത്തു? 300. ഗായ്സ്, അപ്പൊ വാതിൽ തുറക്കാൻ 300 രൂപ ഇന്ന് അനാവശ്യ ചെലവാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഫുഡ് കഴിക്കേണ്ട പൈസയാണ് ഇപ്പൊ പുള്ളി ഇതിനു വേണ്ടി കൊടുത്തത്. ഗായ്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് ഹൈക്കോർട്ട് എറണാകുളത്താണ്. നമ്മൾ മുമ്പ് രജിസ്റ്റർ ചെയ്ത മുദ്ര പേപ്പർ വെറുതെ ആയിപ്പോയി. അതിൽ എൻ്റെ പേരിൽ അച്ഛൻ്റെ പേര് ഏതോ മേനോൻ്റെ പേര് എഴുതി വെച്ചേക്കാണ്. നമ്മുടെ മിസ്റ്റേക്കാണ്, അവരുടെ മിസ്റ്റേക്ക് അല്ല, നമ്മൾ നോക്കാത്തതിൻ്റെയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ 5000 രൂപ എടുത്ത് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു. എക്സ്ട്രാ നമുക്ക് പൈസ ആവും. അപ്പോൾ നമ്മളിപ്പോൾ ആ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. നമ്മളെല്ലാം തീർന്നു എന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷേ മൂഞ്ചി. പിന്നെ ഇപ്പോൾ എന്തായാലും വീണ്ടും ആദ്യം തൊട്ട് ഇത് ചെയ്യണം. ആദ്യം തൊട്ടെന്ന് പറഞ്ഞാൽ ഇത് മാത്രം ചെയ്താൽ ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് തരാമെന്നാണ് അച്ഛൻ പറഞ്ഞത്. വേറെ പണിയൊന്നുമില്ല, ജസ്റ്റ് എഡിറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. എന്നാലും മുദ്ര പേപ്പർ മേടിക്കണം, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇത് കൊണ്ട് കൊടുക്കണം. നാളെ ആകുമ്പോൾ ഇത് സെറ്റ് ആവും. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ മുദ്ര പേപ്പർ. ഇതിന് നമ്മൾ ഇവിടെ കൊണ്ട് കൊടുക്കണം. ഈ ഇതാ കാണുന്ന ടാക്സ് പ്രോയാണ് നമ്മുടെ രജിസ്ട്രേഷനൊക്കെ ചെയ്തെന്ന സ്ഥലം. ഗായ്സ്, അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ചാനലിൽ രജിസ്റ്റർ ചെയ്തല്ല, നമ്മുടെ പേര് മാറ്റി കറക്റ്റാക്കിയിട്ടുണ്ട്. എൻ്റെ അഡ്രസ്സ് കറക്റ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നാരായണൻ മാറ്റി, എന്താ നാരായണ മേനോൻ അല്ലേ, നാരായണ മേനോൻ മാറ്റി നമ്മൾ വീണ്ടും അച്ഛൻ്റെ പേര് ആക്കിയിട്ടുണ്ട്. നമ്മുടെ തന്നെ മിസ്റ്റേക്കായിരുന്നു. പിന്നെ നമുക്ക് ഈ 5000 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൻ്റെ പൈസ മാത്രമാണ് ചിലവെന്നുള്ളൂ. ആ ചേട്ടൻ പിന്നെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പ്രസ്സും കൂടി എടുക്കാനുള്ളൂ. നമ്മൾ ദിൽഷാദിക്ക് അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ദിൽഷാദിക്ക് അത് സെറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഓക്കെ ആവും. പിന്നെ ID കാർഡൊക്കെ അടിക്കണം. ഗായ്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ അങ്ങനെ കംപ്ലീറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രജിസ്ട്രേഷൻ്റെ പേപ്പേഴ്സ്. ഇത് ഡേറ്റ് ഫോർ രജിസ്ട്രേഷൻ, ഡേറ്റ് ഫോർ റീകോൺസ്റ്റിറ്റ്യൂഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പം നമ്മുടെ പേര് മാറ്റിയതിൻ്റെ സർട്ടിഫിക്കറ്റും, പിന്നെ ഇതാണ് നമ്മുടെ ഡീഡ് ഓഫ് പാർട്ണർഷിപ്പിൻ്റെ മുദ്രപത്രവും. ഇതാണ് നമ്മുടെ MSME, പിന്നെ ബാക്കിയുള്ള രജിസ്ട്രേഷൻസിൻ്റെയൊക്കെ പേപ്പർ. ഇതാണ് നമ്മുടെ എല്ലാ രജിസ്ട്രേഷനും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു പാർട്ട്ണർ വേറെ ജോബ് കിട്ടിപ്പോയി. ആൾക്കപ്പോൾ ഇവിടെ തുടരാൻ താല്പര്യമില്ലാത്തതിന് വേറെ ജോബിലേക്ക് പോയി. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പാർട്ണർഷിപ്പ് രജിസ്ട്രേഷൻ അപ്പോൾ ഒന്നുകൂടി നമുക്ക് വീണ്ടും റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. അപ്പം മൊത്തത്തിൽ ഞാൻ എൻ്റെ പേരിലേക്ക് ആക്കാമെന്ന് മാത്രമാണ് വിചാരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് പിന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഒറ്റയടിക്കുമ്പോൾ വീണ്ടും ഒരു 5000 രൂപ മുദ്ര പേപ്പറിൻ്റെ ആവശ്യം മാത്രമേ വരുള്ളൂ. പിന്നെ ഇത് ചെയ്തിരിക്കുന്നത് സനയുടെ പേരിലാണ്. അത് കുഴപ്പമില്ല, അതും മാറ്റണമെങ്കിൽ നടക്കണം. അപ്പോൾ നമ്മൾ അതൊന്നും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും വരും വീഡിയോസിൽ നമുക്കത് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ കംപ്ലീറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മൈക്കൊക്കെ ആയി. അപ്പോൾ ഇനി വേറൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ മാസം തന്നെ നമ്മുടെ പുതിയൊരു ആങ്കർ വരുന്നതാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ആങ്കറിനെ എടുക്കുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ
തുടർന്നുള്ള സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ വീടൊക്കെ മാറി, നമ്മുടെ ചാനൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വീടൊക്കെ ഇപ്പോൾ റോഡ് എടുത്ത് പോകും. നമ്മുടെ പെരുമ്പാവൂരാണ് രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മുടെ വീടിൻ്റെ ഇതിൽ തന്നെ അഡ്രസ്സിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിരുന്നത്. അപ്പോൾ വീടൊക്കെ 1-2 കൊല്ലത്തിനുള്ളിൽ റോഡായി മാറും. അപ്പോൾ നമുക്കിനി അഡ്രസ്സും ചിലപ്പോൾ മാറ്റേണ്ടി വരും. അങ്ങനെ ഒരുപാട് പണികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം കൂടി ഇതിനകത്ത് കാണിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത്. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ വീഡിയോ കൊണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി തുടർന്നും സപ്പോർട്ട് ചെയ്യുക.